എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ആയുള്ള ഫ്യൂച്ചർ എന്താകും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ആദ്യത്തെ ഫയലായ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ജീവിതം അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താകുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ പാർട്ട്ണറെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ കാര്യത്തിലും ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ കൂടുതൽ മാനസികമായി കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആ വ്യക്തി അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ തച്ചുടയ്ക്കാനോ തകർത്തെറിയാനോ സാധിക്കില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മാനസികമായി ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം അർപ്പിച്ചിരിക്കുന്നു. നിങ്ങളില്ലാതെ മറ്റൊരു കാര്യത്തിലും മറ്റൊന്നിനെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുകയോ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കുകയോ ചെയ്യില്ല. നിങ്ങളെ അത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നു. നിങ്ങളോട് കൂടി ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഏത് കാര്യവും നിങ്ങളുടെ ഒരു എൻട്രി ഇല്ലാതെ, നിങ്ങളുടെ ഒരു മുൻതൂക്കമില്ലാതെ ആ വ്യക്തി ചെയ്യില്ല. നിങ്ങൾക്ക് പ്രാധാന്യം നൽകി നിങ്ങളെ ഏൽപ്പിച്ച് മാത്രമേ ആ വ്യക്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ അടുപ്പമോ മാനസികമായ ഇഷ്ടമോ ആ വ്യക്തിക്കില്ല. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് മാനസികമായി ദുഃഖങ്ങൾ മനസ്സിൽ ഉണ്ടാകുമ്പോഴും അതിനൊക്കെ പ്രശ്നപരിഹാരം എന്നുള്ള വണ്ണം നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളെ മാത്രം വിശ്വസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നിങ്ങളെ ഒന്ന് വിളിച്ച് നിങ്ങളുടെ കൂടി സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളില്ലാതെ ഒന്നിനെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കുന്ന പോലുമില്ല. അടുത്തതായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ആ വ്യക്തിയോടൊപ്പം സ്നേഹിച്ച് എപ്പോഴും മുന്നോട്ട് പോകാനാണ് നിങ്ങളും ആഗ്രഹിച്ചത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള ചില സംഭവവികാസങ്ങളോ ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ എപ്പോഴും നിങ്ങളെ അകറ്റാൻ പോകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ അകറ്റിയാൽ മതി. നിങ്ങളെ അകറ്റി നിങ്ങളെ രണ്ടാക്കി 2 ധ്രുവങ്ങളിലാക്കാൻ സദാ ശ്രമം നടത്തുന്ന ആളുകൾക്ക് മുമ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫലങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും 2 ദിശകളിലാക്കാനോ 2ആക്കി മാറ്റാനോ ഒക്കെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ഒരുമിപ്പിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. അവർ ശ്രമിക്കുന്നത് തന്നെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാനാണ്. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലും അവർക്കിഷ്ടമില്ല. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷം പോലും ദുഃഖമായി അല്ലെങ്കിൽ തിരിച്ചടിയായിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അനാവശ്യമായി നിങ്ങൾക്കെതിരെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ ഒറ്റപ്പെടുത്താൻ എപ്പോഴും ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും തമ്മിൽ ഉള്ളിൽ ഒരു ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഇല്ല.
പക്ഷെ നിങ്ങൾ ഒരുമിക്കാതെ ഇരിക്കാൻ, നിങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സാഹചര്യങ്ങൾ ചിലതൊക്കെ അവർക്ക് അനുകൂലമാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അവർ ഓരോ ചെറിയ കാര്യങ്ങളിലും വലുതാക്കി വഷളാക്കി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ എങ്ങനെ അകറ്റാം എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നായതും ഒരുമിക്കുന്നതും മുകളിലുള്ള ശക്തിയുടെ തീരുമാനപ്രകാരമാണ്. പക്ഷെ ആ ശക്തിയുടെ തീരുമാനങ്ങൾ യഥാവിധി നടക്കാതിരിക്കാൻ വേണ്ടി അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അവർ അട്ടിമറികൾ നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ സ്ഥിരമായ സമാധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതമായിട്ട് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.